ശ്രീ ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. സർവദോഷശാന്തിക്കായി സർവശക്തിവാസാക്കിയ സർവശക്തമാം നിയമ താരാസ്തുതി. സർവദോഷശാന്തിക്കായി സർവശക്തിവാസാക്കിയ സർവശക്തമാം നിയമം താരാസ്തുതി. ദേവന്മാരും ദേവിമാരും ദൂതപരമ്പരയും ചേർന്നു നടത്തുന്ന താരസ്തുതി. ദേവന്മാരും ദേവിമാരും ദൂതപരമ്പരയും ഒത്തുചേർന്നു നടത്തുന്ന താരസ്തുതി.
പരമാനന്ദം ഗുരുവിൻ പാദങ്ങൾ. പരമപവിത്രം പരമാനന്ദം ഗുരുവിൻ പാദങ്ങൾ. അവിടെയാണ് ഞാൻ അനുദിനമെന്നിൽ ആനന്ദം തന്നെ. പരമപവിത്രം പരമാനന്ദം ഗുരുവിൻ പാദങ്ങൾ. അവിടെയാണ് ഞാൻ അനുദിനമെന്നിൽ ആനന്ദം തന്നെ. അണുമാത്ര ഒരു ദുഃഖം എന്നിൽ വന്നിടുന്നില്ല. അണുമാത്ര ഒരു ദുഃഖം എന്നിൽ വന്നിടുന്നില്ല. അനുദിനം അനുദിനം പെരുമഴ പോലെ ആനന്ദം തന്നെ. അണുമാത്ര ഒരു ദുഃഖം എന്നിൽ വന്നിടുന്നില്ല. അനുദിനം അനുദിനം പെരുമഴ പോലെ ആനന്ദം തന്നെ. പരമപവിത്രം പരമാനന്ദം ഗുരുവിൻ പാദങ്ങൾ. അവിടെയാണ് ഞാൻ അനുദിനമെന്നിൽ ആനന്ദം തന്നെ. പരമാനന്ദ സന്ദായകമായ പരമഗുരുവിന്റെ പാദത്തിൽ അണഞ്ഞ് ആശ്രയിക്കുന്നവർക്കെല്ലാം ആനന്ദം ലഭിക്കും. ഇപ്രാവശ്യത്തെ ഈ മഹാധാരാസ്തുതി ഒരാഴ്ചക്കാലം ഇവിടെ കഴിഞ്ഞുകൂടിയ ഓരോ ഹൃദയങ്ങളെയും പരിശോധിച്ചാൽ അങ്ങനെ ആനന്ദം കൊണ്ട് മതിമറന്ന് തുള്ളുകയാണ്. കാരണം ഇതിന്റെ ആരംഭത്തിന് മുമ്പ് തന്നെ ഈ വ്രതം നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ അറിയിച്ചിരുന്നു, ഈ പ്രാവശ്യത്തെ താരാസ്തുതി പ്രത്യേകതകളോടുകൂടി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ വളരെ അത്ഭുതമായിട്ടാണ് മകീരം പക്കനാൾ ദിനത്തിൽ ആരംഭിച്ച് ഈ പൂരം ദിനത്തിൽ ഇത് സമർപ്പിക്കുന്ന അവസ്ഥ വന്നു ചേർന്നിരിക്കുന്നത്. ഇതൊരു പ്രത്യേക കണക്കായിപ്പോയി. അത് പ്രത്യേകിച്ച് ആരും കണക്കുകൂട്ടിയെടുത്തതല്ല, ഈ ദൈവത്തിന്റെ നിശ്ചയമായിരുന്നു. ആ തിരുനിശ്ചയപ്രകാരം നടത്തപ്പെട്ടപ്പോൾ അതിൻ്റെതായ സുഖവും ആനന്ദവും ഓരോ ഹൃദയങ്ങളും അങ്ങനെ നിറച്ചു നിറച്ചു നിറച്ചെടുക്കുകയായിരുന്നു. അങ്ങനെ ഈ താരാസ്തുതിയിൽ ബന്ധിച്ചിരുന്നവർക്ക് ആനന്ദം ലഭിച്ചു എന്ന് സമ്മതിക്കുന്നവരൊന്ന് കൈയടിച്ചു കേട്ടാൽ. ഉന്നതനാകുന്ന ദൈവത്തിന്റെ മഹാകാരുണ്യമായിരുന്നു നിറഞ്ഞു നിന്നത്. ആ മഹാധാരാസ്തുതിയുടെ സമർപ്പണമാണ് ഇപ്പോൾ നമ്മൾ നടത്താൻ പോകുന്നത്. ഈ മഹായജ്ഞം ആരംഭം കുറിക്കുമ്പോൾ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം ആരംഭിച്ചപ്പോഴല്ല, ഈ മഹായജ്ഞം ഭൂമിയിൽ ആരംഭിച്ചപ്പോൾ. ഇത് ദേവലോകത്തിൽ ദേവീദേവന്മാരാൽ നടത്തപ്പെട്ടിരുന്ന ധാരാസ്തുതിയാണ്. ഈ ഭൂമിയിലേക്ക് ഇത് അവതരിപ്പിച്ചത് ശുഭാനന്ദ അവതാരമാണ്. ഇത് ലോകത്തിൽ
ലോകത്തിൽ അവതരിപ്പിക്കുവാൻ കഴിവും പ്രാപ്തിയും തനിക്ക് മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിലേക്ക് ഇത് അവതരിപ്പിക്കുവാൻ ശുഭാനന്ദ തപോശക്തിക്ക് മാത്രമേ കഴിയൂ. ആ ശുഭാനന്ദ അവതാരം ആ ശുഭാനന്ദ വിരോധ തിരിച്ചുദയമായി വന്ന മുഹൂർത്തത്തിൽ തിരിച്ചുദയമായി വന്ന മുഹൂർത്തത്തിൽ ആണ് താരാസ്തുതി മഹായജ്ഞത്തിന് തീരുമാനമുണ്ടാകുന്നത്. മഹാരാഷ്ട്ര മഹായജ്ഞത്തിന് തീരുമാനം. ഇത് ലോകാന്ത്യം വരെ നടക്കട്ടെ എന്ന് തീരുമാനിച്ചു. ഇത് ലോകാന്ത്യം വരെ നടക്കട്ടെ എന്ന് കരുതി. അപ്പോൾ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 4 പേരെ ഉണ്ടായിരുന്നു. അതിലൊന്ന് നമുക്ക് മകീരം ജാതമായ പൊന്നോമന തിരുമേനിയായിരുന്നു. അതിലൊന്ന് മകീരം ജാതമായ മനോമന തിരുമേനി. ആ മകീരം പക്കനാളിൽ ഇത് ആരംഭിക്കുകയും പൂർണ്ണദിനമാകുന്ന പൂരത്തിൽ ഇത് സമർപ്പിക്കുകയും ചെയ്യുക എന്നത് പൂർണ്ണദിനമായ പുണ്യപൂരത്തിൽ ഇത് സമർപ്പിക്കുകയും ചെയ്യുക ഈ പ്രാവശ്യത്തെ താരാസ്തുതിയുടെ മഹാപ്രത്യേകതയായിരുന്നു. ഈ പ്രാവശ്യത്തെ താരാസ്തുതിയുടെ മഹാപ്രത്യേകത അതാണ് ഓരോ ഹൃദയങ്ങളിലേക്കും പകർന്നു കിട്ടിയത്. അതാണ് ഓരോ ഹൃദയങ്ങളിലേക്ക് താരാസ്തുതി എപ്പോൾ നടത്തിയാലും അതിന് പ്രത്യേകതകളുണ്ട്. താരാസ്തുതി എപ്പോൾ നടത്തിയാലും അതിന് പ്രത്യേകത. അത് ഈശ്വര നിശ്ചയപ്രകാരമാണ് നടത്തപ്പെടുന്നത്. ഈശ്വര നിശ്ചയപ്രകാരമാണ് നടത്തപ്പെടുന്നത്. ഈശ്വര നിയമം പാലിക്കുന്നവർക്കാണ് അതിൽ ആനന്ദം ലഭിക്കുന്നത്. ഈശ്വര നിയമം പാലിക്കുന്നവർക്കാണ് അതിൽ ആനന്ദം ലഭിക്കുന്നത്. എന്നാൽ കർശനമായ ചില നിയമ നടപടികൾ കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് എന്നാൽ കർശനമായ ചില നിയമ നടപടികൾ കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് ഇതിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും കൂടി ഏർപ്പെടുത്തിയപ്പോൾ പങ്കെടുക്കുന്നവർക്ക് ഒരു ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും കൂടി ഏർപ്പെടുത്തിയപ്പോൾ എല്ലാം അങ്ങനെ ഈശ്വര ഇഷ്ടമായി ഭവിച്ചു. എല്ലാം ഈശ്വര ഇഷ്ടമായി ഭവിച്ചു. തിരുവിഷ്ടം ചെയ്താൽ എന്താണ് അവസ്ഥ? തിരുവിഷ്ടം ചെയ്താൽ എന്താണ്? തിരുവിഷ്ടം ചെയ്താൽ തിരുവുള്ളം കനിയും. തിരുവിഷ്ടം ചെയ്താൽ തിരുവുള്ളം കനിയും. ആനന്ദമരുദിനം ദാനമായി നൽകും. ഓ തിരുവിഷ്ടം ചെയ്താൽ തിരുവുള്ളം കനിയും. ആനന്ദമരുദിനം ദാനമായി നൽകും. തിരുവിഷ്ടമറിഞ്ഞു ജീവിച്ചിടാതെ തിരുവിഷ്ടമറിഞ്ഞു ജീവിച്ചിടാതെ അഴലറി ജീവിക്കുന്ന ആത്മാവേ കഷ്ടം. തിരുവിഷ്ടമറിഞ്ഞു ജീവിച്ചിടാതെ അഴലറി ജീവിക്കുന്ന ആത്മാവേ കഷ്ടം. കഷ്ടങ്ങൾ ദോഷങ്ങൾ ഒഴിച്ചു രക്ഷിപ്പാൻ കഷ്ടങ്ങൾ ദോഷങ്ങൾ ഒഴിച്ചു രക്ഷിപ്പാൻ ഇഷ്ടമൊടിഹലോകനാഥൻ വസിപ്പൂ. അരുളുന്ന ശബ്ദങ്ങൾ അനുസരിച്ചു നീ. അരുളുന്ന ശബ്ദങ്ങൾ അനുസരിച്ചു നീ. അനുദിനം ജീവിച്ചാൽ ആനന്ദം ലഭിക്കും. ഓ ആനന്ദം കേൾക്കുക, ആനന്ദം കാണുക. ആനന്ദം കേൾക്കുക, ആനന്ദം കാണുക. ആനന്ദം കേൾക്കുക, ആനന്ദം കാണുക. ആനന്ദം അനുദിനമാത്മാവിൽ ലഭിക്കട്ടെ. ആനന്ദം കേൾക്കുക, ആനന്ദം കാണുക. ആനന്ദം കേൾക്കുക, ആനന്ദം കാണുക. ആനന്ദം അനുദിനമാത്മാവിൽ ലഭിക്കട്ടെ. തിരുവിഷ്ടം ചെയ്താൽ തിരുവുള്ളം കനിയും. ആനന്ദം അനുദിനം ദാനമായി നൽകും. ഇപ്പൊ തിരുവിഷ്ടം ചെയ്താൽ തിരുവുള്ളം കനിയും തിരുവിഷ്ടം ചെയ്താൽ തിരുവുള്ളം കനിയും എന്ന് ഈ താരാസ്തുതിയിൽ കൂടി ബോധ്യപ്പെട്ട എൻ്റെ പൊന്നോമന കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് കൈയടിച്ചു കേട്ടാൽ. ഇത് അവർക്കുള്ള പ്രത്യേക അനുഭവമാണ് ഇപ്രാവശ്യം. അവർക്കുള്ള പ്രത്യേക അനുഭവമാണ്. കാരണം ഇവിടെ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് ആരും നിയന്ത്രിക്കാറില്ല.
പ്രത്യേകിച്ച് ആരും നിയന്ത്രിക്കാൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ അവരവരുടെ ഇഷ്ടത്തിന് പ്രവേശിക്കുന്നു, ഇഷ്ടത്തിന് ഇറങ്ങുന്നു, ആ വിധത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ നടക്കുന്ന കാര്യത്തിൽ അവരവരുടെ ഇഷ്ടത്തിന് പ്രവേശിക്കുന്നു, ഇറങ്ങുന്നു, ആ വിധത്തിൽ അപ്പൊ അവരവരുടെ ഒരു സ്വാതന്ത്ര്യം അവരവരുടെ ഒരു സാധനം അറിഞ്ഞും അറിയാതെയും പല വിധത്തിലുള്ള പോരായ്മകളൊക്കെ സ്വയം വരുത്തിക്കൊണ്ടേയിരുന്നു. അറിഞ്ഞു അറിയാതെയും പല വിധത്തിലുള്ള പോരായ്മകളൊക്കെ സ്വയം വരുത്തിക്കൊണ്ട് ചിലർ അറിഞ്ഞുകൊണ്ട് ചെയ്തു, ചിലർ അറിഞ്ഞുകൊണ്ട് ചിലർ അറിയാതെ ചെയ്തു. ചിലർ അറിയാതെ ചെയ്തു. ഏത് വിധത്തിലായാലും ഈ മഹാസന്നിധാനത്തിൽ വെച്ചൊരു പോരായ്മ വരുത്തപ്പെട്ടാൽ, ഏത് വിധത്തിലായാലും ഈ മഹാസന്നിധാനത്തിൽ വെച്ചൊരു പോരായ്മ വരുന്ന അഥവാ ദൈവമുമ്പാകെ ഒരു കുറവ് സംഭവിച്ചാൽ, അഥവാ ദൈവമുമ്പാകെ ഒരു കുറവ് സംഭവിച്ചാൽ ജീവിതത്തിലുടനീളം അതിന്റെ ഭാരം ചുമക്കേണ്ടി വരും. ജീവിതത്തിലുടനീളം അതിന്റെ ഭാരം അപ്പൊ അത് വരാതിരിക്കുവാൻ വേണ്ടി അത് വരാതിരിക്കുവാൻ ഒരു ചെറിയ ക്രമീകരണം നടത്തി. ചെറിയ ക്രമീകരണം നടത്തി. ഇപ്പോ 150-ൽ പരം കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. 150-ൽ പരം കുഞ്ഞുങ്ങളുണ്ടായി. അപ്പൊ അവരെ 6 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. അവരെ 6 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. അതിന് ലീഡർമാരും അതിന് മേൽനോട്ടം വഹിക്കുന്നതിന് സന്യാസിമാരെയും ചുമതലപ്പെടുത്തി. സന്യാസിമാരെ ഏർപ്പെടുത്തി. അങ്ങനെ ഏർപ്പെടുത്തി അതിന്റെ ചിട്ടയായിട്ട് കാര്യങ്ങൾ പോയപ്പോൾ അങ്ങനെ ഏർപ്പെടുത്തി ചിട്ടയായ അതിന്റെ കാര്യങ്ങൾ മുതിർന്നവർക്ക് പോലും അസൂയ തോന്നത്തക്ക വിധമാണ് അവരുടെ ചിട്ടകളെല്ലാം വന്നത്. മുതിർന്നവർക്ക് പോലും അസൂയ തോന്നത്തക്ക വിധമാണ് അവരുടെ ചിട്ടകളെല്ലാം വന്നത്. ക്രമമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ക്രമമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഭക്ഷണം കഴിക്കുന്നിടത്തായാലും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നിടത്തായാലും എന്ന് വേണ്ട എങ്ങോട്ട് പോയാലും അവർ ഒന്നിച്ചു പോകുന്നു, ഒന്നിച്ചു വരുന്നു. അത് ലൈനായിട്ട് ഇങ്ങനെ പോകുന്നു. എങ്ങോട്ട് പോയാലും അവർ ഒന്നിച്ചു പോകുന്നു, ഒന്നിച്ചു വരുന്നു, ലൈനായിട്ട് ഇങ്ങനെ പോകുന്നു. അതുപോലെ യാമങ്ങളിലായാലും വളരെ കൃത്യനിഷ്ഠയോടുകൂടി പ്രവേശിക്കുന്നു. അതുപോലെ യാമങ്ങളിലായാലും വളരെ കൃത്യനിഷ്ഠയോടുകൂടി പ്രവേശിക്കുന്നു. വിശ്രമിക്കുന്നിടത്തും വളരെ കൃത്യബോധത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. വിശ്രമിക്കുന്നിടത്തും വളരെ കൃത്യബോധത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഉറങ്ങുന്ന സമയം ഒഴിച്ച് ബാക്കിയുള്ള സമയങ്ങളിൽ ജ്ഞാനാമൃത പാരായണവും കീർത്തന പഠനവും എന്ന് വേണ്ട അകത്തെ പോലെ തന്നെ പുറത്തു ഒരു അവസ്ഥ അങ്ങ് രൂപീകരിച്ചു. അങ്ങനെ രൂപീകരിച്ച് അവർ സമ്പൂർണമായ സമർപ്പണത്തോടുകൂടിയാണ് ഈ പ്രാവശ്യത്തെ താരാസ്തുതി ബന്ധിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു അവലോകനം നടത്താൻ കഴിഞ്ഞ ദിവസം എല്ലാവരെയും കൂടെ ഞാൻ വിളിച്ചു കൂട്ടി. പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്ന അനുഭവങ്ങൾ പറയുന്ന കേട്ടിട്ട് കണ്ണുനിൽ നിന്ന് കണ്ണുനീരങ്ങനെ മടമടാ ഒഴുകുകയായി. കാരണം ഈ പ്രായത്തിൽ ഒരിക്കലും അവർക്ക് ലഭിക്കുന്നതല്ല അതൊന്നും. അഥവാ ലഭിച്ചാൽ തിരിയപ്പെടുന്നതുമല്ല. പക്ഷേ ദൈവം അവരിലേക്ക് ആ അനുഭവങ്ങളൊക്കെ കൊടുത്തു. ആനന്ദം അങ്ങനെ നിറഞ്ഞൊഴുകുന്ന അവസ്ഥ, ദേവീദേവന്മാരുടെയും ദൂതപരമ്പരകളുടെയൊക്കെ സാമീപ്യം, അതുപോലെ ഓരോ കാര്യങ്ങളും അവർക്ക് എങ്ങനെ വർണ്ണിക്കണമെന്ന് അറിയാൻ പാടില്ലാത്ത വിധമാണ് ഓരോരുത്തർക്കും അനുഭവം കിട്ടിയത്. അപ്പൊ ഞാൻ അവരോട് അറിയിച്ചു, ഈ ചെറിയ പ്രായത്തിൽ നിങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടായത് നിങ്ങൾ അറിവാകുന്ന ഗുരുവിനെ അനുസരിച്ചപ്പോഴാണ്. അപ്പോൾ നിങ്ങൾ ജീവിതത്തിലുടനീളം ഈ അനുസരണയിൽ ജീവിച്ചാൽ, അഥവാ ഈ ആദർശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ചെയ്താൽ, ആനന്ദം നിത്യാനന്ദം ആത്മാവിലെന്നും, ആനന്ദം നിത്യാനന്ദം ആത്മാവിലെന്നും, ആനന്ദം ആനന്ദം ഒരു കാര്യമുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ ഈ ചിട്ടയിൽ കൂടി കൊണ്ടുവന്നു, അവർ ചിട്ടയായി ചെയ്തത് കണ്ട് സന്തോഷത്തിൽ ഇതെല്ലാം പറയുന്നു. ഇതുകൊണ്ട് മാത്രമായില്ലല്ലോ. 5 ദിവസത്തെ ജീവിതമല്ല, ഒരു ആയുസ് മുഴുവനുള്ള ജീവിതമാണ് ക്രമീകരിക്കപ്പെടേണ്ടത്. അതാണ് ചിട്ടയായി തീരേണ്ടത്. അപ്പോഴാണ് ഈ സുഖാനുഭവങ്ങൾ നിലനിന്ന് പോകുന്നത്. ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇപ്രാവശ്യം താരാസ്തുതി പെർഫോം ചെയ്തത്. മുതിർന്നവരെക്കാൾ വലിയ പെർഫോമൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെയൊന്നും വിചാരിക്കാനല്ല. ഒരിക്കലും ഒരു അഹങ്കാരം ആരിലും വരരുത്. എൻ്റെ ഗുരു എന്നെ അനുവദിച്ചു, എനിക്ക് ഈ മഹാഭാഗ്യം തന്നു. വീണ്ടും വീണ്ടും ഇത് അനുഭവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണേ. സർവശക്തനേ, കാരുണ്യവാനേ, ഏഴകൾക്കു കൂട്ടായെന്നും വാഴണേ നാഥ. സർവശക്തനേ, കാരുണ്യവാനേ, ഏഴകൾക്കു കൂട്ടായെന്നും
സൽചിന്തയായ എൻ്റെ കൂടെ വാഴണേ നാഥ. ദോഷചിന്ത എന്നിൽ സംഭവിക്കാതെ ആ ദോഷചിന്തകൾ എന്നിൽ സംഭവിക്കാതെ സൽചിന്തയായ എൻ്റെ കൂടെ വാഴണേ നാഥ. ദോഷചിന്തകൾ എന്നിൽ സംഭവിക്കാതെ സച്ചിന്തയായ എൻ്റെ കൂടെ വാഴണേ നാഥ. അശുദ്ധമായൊരു വാക്കുകളെന്നിൽ അങ്കുരിക്കാതെ ഭവാൻ കാത്തുകൊള്ളണേ. അശുദ്ധമായൊരു അശുദ്ധമായൊരു വാക്കുകളെന്നിൽ അങ്കുരിക്കാതെ ഭവാൻ കാത്തുകൊള്ളണേ. അശുദ്ധമായൊരു അശുദ്ധമായൊരു അങ്കുരിക്കാതെ ദോഷമായുള്ള കർമ്മങ്ങളൊന്നും സംഭവിക്കാതെ ഭവാൻ കാത്തുകൊള്ളണേ. 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 കാത്തുകൊള്ളണേ എന്നെ കാത്തുകൊള്ളണേ. തിരുഹിതമായി ജീവിക്കുവാൻ കാത്തുകൊള്ളണേ. കാത്തുകൊള്ളണേ കാത്തുകൊള്ളണേ എന്നെ കാത്തുകൊള്ളണേ. തിരുഹിതമായി ജീവിക്കുവാൻ കാത്തുകൊള്ളണേ. കാത്തുകൊള്ളണേ കാത്തുകൊള്ളണേ എന്നെ കാത്തുകൊള്ളണേ. തിരുഹൃദയമായതിൽ നീ കാത്തുകൊള്ളണേ. തിരുഹൃദയ സ്വർഗമതിൽ കാത്തുകൊള്ളണേ. കാത്തുകൊള്ളണേ എന്നെ കാത്തുകൊള്ളണേ. തിരുഹൃദയ സ്വർഗമതിൽ കാത്തുകൊള്ളണേ. കാത്തുകൊള്ളണേ എന്നെ കാത്തുകൊള്ളണേ. തിരുഹിതമായി ജീവിക്കുവാൻ കാത്തുകൊള്ളണേ.
അല്ലാതെ എന്തെങ്കിലും കാര്യത്തിൽ ചെറുതായെങ്കിലും ഒരു അഹങ്കാരം വന്നുപോയാൽ പിന്നെ ഈ സൽക്കർമ്മങ്ങളിലൊന്നും ബന്ധിക്കാൻ കഴിയുകയില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ ചെറിയായ ഒരു അഹങ്കാരം വന്നുപോയാൽ പിന്നെ ഈ സൽക്കർമ്മങ്ങളിലൊന്നും ഇപ്പൊ ഈ കാര്യങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഈ കാര്യങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിപരീതമായ ചിന്തയോടുകൂടി ഈ കൂട്ടത്തിൽ നടന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ശരിയായ വിധത്തിലുള്ള ആനന്ദം അവരിൽ എത്തിക്കാണുകയില്ല. വിപരീതമായ ചിന്തയോടുകൂടി ആരെങ്കിലും ആ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഈ ശരിയായ ആനന്ദം അവരിൽ കാണുകയില്ല എന്നല്ല, എത്തുകയില്ല. അങ്ങനെ ഒരു നിയമമില്ല. ആരാണോ തിരഹിതമായി ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവരിലേക്കാണ് ഈ ആനന്ദം എത്തുന്നത്. ആരാണോ തിരഹിതമായി ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അവരിലേക്കാണ് ഈ ആനന്ദം. അവർക്ക് മാത്രമേ ആനന്ദം കാണാൻ കഴിയുള്ളൂ. അപ്പൊ അഹങ്കാരം ലേശം അകക്കാമ്പിൽ കടക്കാതെ ആര് കരുണാനിധിയെ ആശ്രയിച്ച് ജീവിക്കുന്നു അവരിൽ ആനന്ദം എത്തിയിരിക്കും. അപ്പോ ആനന്ദിപ്പാനുള്ള മാർഗം ഇത് ആനന്ദരൂപൻ സ്ഥാപിച്ചത്. 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 ആനന്ദ കർമ്മങ്ങൾ ചെയ്യുന്നോരിൽ ആനന്ദം എപ്പോഴും കാണായി വരും. ആനന്ദ കർമ്മങ്ങൾ ചെയ്യുന്നോരിൽ ആനന്ദം എപ്പോഴും കാണായി വരും. ആനന്ദ സമ്പൂർണനാകുന്ന ദൈവം സ്ഥാപിച്ച ഈ ഉന്നതമായ സ്ഥാപനത്തിൽ, സ്ഥാപനം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന മതിൽക്കെട്ടിനുള്ളിൽ നിൽക്കുന്നതല്ല. അതാണ് പലരും വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ നിന്ന് വെളിയിലേക്ക് പോകുമ്പോൾ പല വിധത്തിലുള്ള ദുശ്ചിന്തകളിലേക്ക് മാറുന്നത്. അല്ല, ആത്മബോധോദയ സംഘം പരിശുദ്ധ ഹൃദയത്തിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. ആത്മാനാഥൻ വന്ന് ആത്മാക്കളിൽ സ്ഥാപിച്ച പരിശുദ്ധ ദേവാലയമാണ് ആത്മബോധോദയ സംഘം. അതിലെ അംഗങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. അത് മറന്നു പോകരുത്. അപ്പോൾ പരിശുദ്ധ ചിന്തയും പരിശുദ്ധ വാക്കും പരിശുദ്ധ കർമ്മവും ഒക്കെ സ്വാഭാവികമായി സംഭവിച്ചുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ അറിയിച്ചതുപോലെ ഉന്നതമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി ഇറങ്ങുമ്പോൾ മലിനതകളിലേക്ക് പോകാൻ ഇഷ്ടപ്പെടാത്തതുപോലെ, ഉന്നതനാകുന്ന ദൈവത്തിന്റെ കൂടെ യാത്ര ചെയ്യുന്നു ഞാൻ എന്ന ചിന്തയുള്ളവർക്ക് അശുദ്ധമായ ചിന്തകളോ അശുദ്ധമായ കൂട്ടുകെട്ടുകളോ അശുദ്ധ കർമ്മങ്ങളോ ഉണ്ടാകുവാൻ ഇടയാവുകയില്ല. ഒരിക്കലും അങ്ങനെ തോന്നുകയില്ല. കാരണം എന്താണ്? ഞാൻ എന്റെ ഗുരുവിന്റെ കൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള ബോധം അവരോടുകൂടി നിൽക്കുകയാണ്. ഗുരു എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? അകമായും പുറമായും സഞ്ചരിക്കുന്നുണ്ട്. ഉള്ളും പുറവും ഒരുപോൽ വാഴും ഉള്ളവനെ ഞാൻ കാണുന്നു. അഖിലാത്മാവായി പരമാത്മാവായി പരലോകമായി കാണുന്നു. തേടിയെടുക്കണം പാപശാന്തിക്കു നീ. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അഖിലാത്മാവായി പരമാത്മാവായി പരലോകമായി വാഴുന്ന ആ പരമഗുരുവിനെ ഇതിലെല്ലാമായി കാണുവാനുള്ള കാഴ്ച സിദ്ധിക്കേണ്ടുന്ന പരിശീലനത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും. ആ കാഴ്ചയാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് സത്യധർമാദികളുടെ പൂർത്തീകരണത്തിൽ കൂടി ആത്മാവിൽ തന്നെ തെളിഞ്ഞു കാണുന്ന കാഴ്ചയാണ്.
ഈ ആത്മാവിൽ തന്നെ തെളിഞ്ഞു കാണുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് സത്യധർമ്മം പുലരട്ടെ, നിത്യശാന്തി ഭവിക്കട്ടെ. അതുകൊണ്ട് സത്യധർമ്മം പുലരട്ടെ, നിത്യശാന്തി ഭവിക്കട്ടെ. ആ ആത്മാക്കൾ സർവദാ ആനന്ദരൂപനോട് ചേർന്ന് വാഴട്ടെ. ആത്മാക്കൾ സർവ്വദാ ആനന്ദരൂപനോട് ചേർന്ന് വാഴട്ടെ. ആനന്ദരൂപനോട് ചേർന്ന് വാഴുന്നവർക്ക് ഒരിക്കലും ദുഃഖം ഉണ്ടാകുന്നില്ല. ആനന്ദരൂപനോട് ചേർന്ന് വാഴുന്നവർക്ക് ഒരിക്കലും ദുഃഖം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? സൃഷ്ടാവിൽ ദുഃഖം അശേഷമില്ല, സൃഷ്ടിയിലും ദുഃഖം വന്നുകൂടാ. കർത്താവിൽ ദുഃഖം അശേഷമില്ല, സൃഷ്ടിയിലും ദുഃഖം വന്നുകൂടാ. ആ കരഞ്ഞും വിളിച്ചും അല്ല സൃഷ്ടി നടത്തിയത്. വിളിച്ചുമല്ല സൃഷ്ടി ആ നടത്തിയത്. ഉന്നതനാകുന്ന ദൈവം തന്റെ സ്വരൂപത്തെ തന്നിൽ തന്നെ കണ്ടുകൊണ്ട് ആനന്ദത്തോടുകൂടിയാണ് ഈ ലോകത്തെ ഉളവാക്കിയത്. ഉന്നതനാകുന്ന ദൈവം തന്റെ സ്വരൂപത്തെ തന്നിൽ തന്നെ കണ്ടുകൊണ്ട് ആനന്ദത്തോടു കൂടിയാണ്. ആ ആനന്ദത്തിൽ നിന്നു തന്നെ ലോകമുണ്ടായാദിയിൽ. ആനന്ദത്തിൽ നിന്നു തന്നെ ലോകമുണ്ടായാദിയിൽ. ആദി എന്താനന്ദം തന്നെ മോക്ഷമെന്നറിയുക. ആദി എന്താനന്ദം തന്നെ മോക്ഷമെന്നറിയുക. ആനന്ദത്തിൽ നിന്നു തന്നെ ലോകമുണ്ടായാദിയിൽ. ആദി എന്താനന്ദം തന്നെ മോക്ഷമെന്നറിയുക. അങ്ങനെ നിഷ്കളങ്ക സ്വരൂപനാകുന്ന ഗുരുവിന്റെ തിരുഹൃദയം എന്ന് പറയുന്നത് ആനന്ദത്തിന്റെ സ്വരൂപമാണ്. നിഷ്കളങ്ക സ്വരൂപനാകുന്ന ഗുരുവിന്റെ തിരുഹൃദയം എന്ന് പറയുന്നത് ആനന്ദത്തിന്റെ സ്വരൂപം. ആ ഹൃദയത്തിലേക്ക് സ്വീകരിക്കപ്പെടുവാൻ ആ തിരുഹൃദയത്തിലേക്ക് സ്വീകരിക്കും. ഓരോ ആത്മാവും ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആനന്ദം അനുഭവിക്കണം. ഓരോ ആത്മാവും ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആനന്ദം അനുഭവിക്കണം. അതിനുള്ള മാർഗങ്ങളാണ് ഈ തെളിയിക്കുന്നതെല്ലാം. അതിനുള്ള മാർഗങ്ങളാണ് ഈ തെളിയിക്കുന്നത്. അത് തെളിഞ്ഞു കാണുവാനുള്ള ഭാഗ്യമുണ്ടാകണമേ എന്നുള്ള ആശ്രയമില്ലാത്തവർക്ക് അത് തെളിഞ്ഞു കാണാനുള്ള ഭാഗ്യമുണ്ടാകണമേ എന്നുള്ള ആശ്രയമില്ലാത്തവർ ഒരിക്കലും അത് സിദ്ധിക്കുകയില്ല. ഒരിക്കലും അത് സിദ്ധിക്കില്ല. ഇപ്പൊ നമുക്ക് ഈ ലോകത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കാനുണ്ട്. ഈ ലോകത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ അതിജീവനത്തിന് പലതും നമുക്ക് ആവശ്യമുണ്ട്. ജീവനത്തിന് പലതും നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം മോക്ഷം ലഭിക്കുകയില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം മോക്ഷം അത് ശാരീരികമായ ധർമ്മകർമ്മങ്ങൾക്കേ ഉപയോഗപ്പെടുകയുള്ളൂ. ശാരീരികമായ ധർമ്മകർമ്മങ്ങൾക്ക് ആ നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്കും നമ്മുടെ സ്വന്തം കാര്യം ആ ബന്ധുത്വങ്ങളും സുഹൃത്തുക്കളും എല്ലാം നിലനിർത്തുന്നതിനും ബന്ധുത്വങ്ങളും സുഹൃത്തുക്കളും എല്ലാം നിലനിർത്തുന്നതിനും ഒക്കെ ഈ ലോകത്തിലെ പല കാര്യങ്ങളും നമുക്ക് പ്രയോജനപ്പെടും. ഈ ലോകത്തിലെ പല കാര്യങ്ങളും നമുക്ക് പക്ഷെ പരമാത്മാവിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആത്മാവ് തിരിച്ച് പരമാത്മാവിൽ എത്തണമെങ്കിൽ പരമാത്മാവിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആത്മാവ് തിരിച്ച് പരമാത്മാവിൽ എത്തണം. ആ അതിനൊരു പ്രത്യേക കലകൾ പഠിച്ചെങ്കിലേ പറ്റൂ. അതിലൊരു പ്രത്യേക കലകൾ പഠിച്ച് അതിൽ ചെറിയ അഭ്യാസമോട് ആവശ്യമുണ്ട്. ഒരു ചെറിയ അഭ്യാസമുള്ള ആവശ്യം. അതാണ് ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത്. അതാണ് ആധ്യാത്മിക ജീവിതം. ആത്മാവിന്റെ ഗുണഗണങ്ങളെ ആത്മാവ് തന്നെ തിരിച്ചറിഞ്ഞ് ആത്മനാഥനോട് ചേരുന്ന വ്യവസ്ഥ. ആത്മാവിന്റെ ഗുണങ്ങളെ ആത്മാവ് തന്നെ തിരിച്ചറിഞ്ഞ് ആത്മനാഥനോട് ചേരുന്ന വ്യവസ്ഥ. അതാണ് ആധ്യാത്മിക ജീവിതം. അതാണ് ആധ്യാത്മിക ആ ആധ്യാത്മിക ജീവിത വ്യവസ്ഥയാണ് ആത്മബോധോദയ സംഘം എന്ന നാമത്തിൽ ഈ ലോകത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ആധ്യാത്മിക ജീവിത വ്യവസ്ഥയാണ് ആത്മബോധോദയ സംഘം എന്ന നാമത്തിൽ ഈ ലോകത്തിൽ ഇതിനെ സ്വീകരിച്ചിരിക്കുന്ന സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും സർവദാ ഈ ഓർമ്മയോടുകൂടി ജീവിക്കണം. സർവ്വദാ ഈ ഓർമ്മയോടുകൂടി അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളറിയാതെ ഒരു അതിസൂക്ഷ്മമായ ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മളറിയാതെ അതിസൂക്ഷ്മമായ ഒരു അവസ്ഥ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്കൊരു പാളിച്ച ഉണ്ടാവുകയില്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്കൊരു പാളിച്ച ഉണ്ടാകും. ആ ചെറിയൊരു കാര്യം ചെറിയൊരു കുഴപ്പം സംഭവിച്ചു അതുകൊണ്ട് ഭഗവാൻ അങ്ങ് ക്ഷമിക്കും എന്നല്ല തീരുമാനിക്കേണ്ടത്. ചെറിയൊരു കുഴപ്പം സംഭവിച്ചു അതുകൊണ്ട് ഭഗവാൻ അങ്ങ് ക്ഷമിക്കും എന്നല്ല ചിന്തിക്കേണ്ടത്. ആ ചെറിയ കാര്യം അപ്പോഴപ്പോൾ തന്നെ പരിഹരിച്ച് ചെറിയ കാര്യം അപ്പോൾ മേലിൽ വരാത്ത വിധത്തിൽ അതിനെ സൂക്ഷിച്ചു മുന്നോട്ട് പോകുമ്പോഴാണ് നേരിൽ വരാത്ത വിധം അങ്ങനെ സൂക്ഷിച്ചു മുന്നോട്ട് പോകുമ്പോഴാണ് ആ ഉത്തമമായ ഹൃദയം ഓരോരുത്തരിലും രൂപപ്പെടുന്നത്. ഉത്തമമായ ഹൃദയം ഓരോരുത്തരിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ പഴക്കടകളിൽ അതുമല്ല നിങ്ങളുടെ വീടുകളിൽ തന്നെ സൂക്ഷിക്കുന്ന പഴവർഗ്ഗങ്ങളൊക്കെ ഒന്നിച്ച് സൂക്ഷിക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ പഴവർഗ്ഗങ്ങളൊക്കെ ഒന്നിച്ച് സൂക്ഷിക്കുമ്പോൾ കേടായത് ഏതെങ്കിലും ഇരിക്കുന്നു എന്ന് കണ്ടാൽ ആദ്യം എന്ത് ചെയ്യും? കേടായ ഏതെങ്കിലും ഇരിക്കുന്നത് കണ്ടാൽ ആദ്യം എന്ത് ചെയ്യും? ആ അതവിടെ ഇരുന്നോട്ട് നല്ലത് എടുക്കാമെന്ന് തീരുമാനിക്കും. അതവിടെ ഇരുന്നിട്ട് നല്ലത് എടുക്കാം. ആ കേടായതങ്ങ് എടുത്ത് കേടായ ഭാഗം ചെത്തിക്കളയും. കൂടുതൽ കേടാണെങ്കിൽ അങ്ങ് ഉപേക്ഷിക്കും. കേടായ സാധനം എടുത്ത് കേടായ ഭാഗം ചെത്തിക്കളഞ്ഞ് അല്ലെങ്കിൽ കൂടുതലാണ് എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ജലാംശം പറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് തുടച്ച് വൃത്തിയാക്കി വെക്കും. അതിൽ നിന്നെങ്കിലും ജലാംശം പറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് തുടച്ച് വൃത്തിയാക്കി വെക്കും. എന്താ കാരണം? അല്ലെങ്കിൽ ബാക്കിയുള്ളതും പെട്ടെന്ന് കേടായിപ്പോകും. അല്ലെങ്കിൽ ബാക്കിയുള്ളത് പെട്ടെന്ന് കേടായി പോകും. ഈ അശുദ്ധാവസ്ഥ അതിലേക്ക് പറ്റിയാൽ അതും പെട്ടെന്ന് അങ്ങ് ചീത്തയായി ഈ പോകും. അശുദ്ധാവസ്ഥ അതിലേക്ക് പറ്റിയാൽ അതും പെട്ടെന്ന് അപ്പൊ അപ്പോഴപ്പോൾ
നമ്മളത് നോക്കിക്കണ്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കേടാകാതെ നമുക്ക് സാധനങ്ങൾ കിട്ടും. അപ്പോഴപ്പോൾ നോക്കിക്കണ്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കേടാകാതെ നമുക്ക് സാധനങ്ങൾ. ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ മനസ്സും. ചെറിയ ചെറിയ കേടുകൾ സംഭവിക്കുമ്പോ അത് സാരമില്ല എന്ന് ഉപേക്ഷിച്ചു കളഞ്ഞാൽ അത് വലിയ വിപത്തായി മാറും. പിന്നെ ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത വിധം ആ ഭാഗം അങ്ങ് ഇരുട്ടായി പോകും. അങ്ങനെ ആകാതെ നിത്യവെളിച്ചമാകുന്ന ഉടമസ്ഥന്റെ കൂടെ സഞ്ചരിക്കുവാൻ നിങ്ങൾ തീരുമാനിക്കുക. ഒളിച്ചു വെക്കുവാനും മറച്ചു വെക്കുവാനും ഇല്ലാത്ത വിധം തുറന്ന പുസ്തകമായി ജീവിക്കുവാൻ കഴിയണം. എന്ന് പറഞ്ഞാൽ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ നാട്ടുകാരോട് പറയണമെന്നല്ല. ആരുടെയും മുൻപിൽ ഒരു ജാള്യതയില്ലാതെ ജീവിക്കുവാൻ, കുറ്റമറ്റ മനസ്സാക്ഷിയിൽ ഉത്തമ ജീവിതം ചെയ്യുവാൻ എന്നെ അത്തലന്യെ സൂക്ഷിക്കണേ ദൈവമേ. കുറ്റമറ്റ മനസാക്ഷിയോടുകൂടി ജീവിക്കുന്നവരിൽ മാത്രമേ കുറ്റമറ്റ ഗുരുനാഥന്റെ എഴുന്നള്ളത്തുണ്ടാവുകയുള്ളൂ. ആ എഴുന്നള്ളത്ത് കാണുവാനുള്ള പരിശീലനമാണ് ഈ നൽകിക്കൊണ്ടിരിക്കുന്നത്. എഴുന്നള്ളുക എന്റെ അകതളിരിൽ അഖിലേശ്വര എന്നെ അനുഗ്രഹിപ്പാൻ. ഞാൻ ഈ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഈ കീർത്തനമാണ് പാടുന്നത്. ബാഹ്യാവസ്ഥയിൽ ഇത് സംഭവിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ കീർത്തിക്കുന്നത് എന്താണ്? എഴുന്നള്ളുക എന്റെ അകതളിരിൽ നിന്നാണ്. അല്ലാതെ എഴുന്നള്ളുക ഈ ആശ്രമത്തിലേക്ക് എന്നാണോ? അല്ല, അങ്ങനെ കീർത്തിക്കേണ്ട ആവശ്യമില്ല. അത് അകതളിരിൽ അത് കണ്ടു കഴിഞ്ഞാൽ ബാഹ്യാവസ്ഥയും പൂർണ്ണമാകും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ എഴുന്നള്ളുക എന്റെ അകതളിരിൽ അഖിലേശ്വര എന്നെ അനുഗ്രഹിപ്പാൻ. എഴുന്നള്ളുക അനുഗ്രഹത്തിലൂടെ നിറകുടമായി അകതളിരിൽ സദാ വസിച്ചിടണേ. എഴുന്നള്ളുക എന്റെ അകതളിരിൽ അഖിലേശ്വര എന്നെ അനുഗ്രഹിപ്പാൻ. അനുഗ്രഹത്തിലൂടെ നിറകുടമായി അകതളിരിൽ സദാ വസിച്ചിടണേ. അനുഗ്രഹത്തിന്റെ നിറകുടമായ ജഗദീശ്വരൻ നമ്മളിൽ എപ്പോഴും എഴുന്നള്ളി വാഴുവാൻ നമ്മൾ എന്തായി തീരണം? പരിശുദ്ധരായി തീരണം. ആ പരിശുദ്ധതയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത്. അതിലെത്തുവാനുള്ള ജ്ഞാനം, അതിലെത്തുവാനുള്ള നിയമം, അതിലെത്തുവാനുള്ള നാമം, ഇതെല്ലാം നിരന്തരമായി നിങ്ങളിലേക്ക് ദാനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ച് നിങ്ങളിലേക്ക് അത് ചേർത്തെടുത്താൽ പിന്നെ നിങ്ങൾ ലോകത്തിൽ ഒന്നിനും ഖേദിക്കേണ്ട ആവശ്യം വരികയില്ല. കാരണം ദുഃഖമൊഴിക്കുന്ന നിഷ്കാമകർമ്മിയായി ഉൾക്കാമ്പിൽ വാഴുന്നു അർക്കനെ പോലിവൻ. സൂര്യോദയം പോലെ ഗുരുവിന്റെ രൂപം അകതാരിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ദുഃഖമില്ല. ദുഃഖമറിയാത്ത കണ്ണനെ ഞാൻ ഉൾക്കാമ്പിൽ കണ്ടു സ്തുതിച്ചിടുന്നേ.
സുഖജീവിതം എന്നും നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി, ദുഃഖമില്ലാത്ത ഒരു സുഖജീവിതം എന്നും നമുക്ക് ലഭിക്കുവാൻ വേണ്ടി, ദുഃഖമില്ലാത്ത ദൈവം നിങ്ങൾക്ക് വേണ്ടി പെടാപ്പാട് വിടുമ്പോൾ ദുഃഖമില്ലാത്ത ദൈവം നമുക്ക് വേണ്ടി പെടാപ്പാട് വിടുമ്പോൾ ആശ്രയിക്കുക, അനുസരിക്കുക, അടിപണിഞ്ഞ് ജീവിക്കുക. മഹാശക്തി നിങ്ങളിൽ സുഖമായി വാഴുമാറാകട്ടെ. മഹാശക്തി നിങ്ങളിൽ ആശ്വാസമായി നിറയട്ടെ. മഹാശക്തി നിങ്ങളിൽ ആനന്ദമായി വാഴട്ടെ. സർവശക്തിയുടെ പ്രത്യക്ഷതയിൽ കൂടി നടത്തപ്പെട്ട ഈ മഹായജ്ഞത്തിൽ പങ്കെടുക്കുവാൻ പരമഭാഗ്യം ലഭിച്ച എന്റെ മനോമന സന്താനങ്ങളെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആനന്ദവും സുഖവും നഷ്ടമാക്കാതെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുക. പരമാനന്ദ സമ്പൂർണനാകുന്ന പരമഗുരു നിങ്ങളിൽ തുള്ളിക്കളിച്ചു വാഴുമാറാകട്ടെ. ഇനിയും നടക്കാനിരിക്കുന്ന ഓരോ കർമ്മങ്ങളും, ഉത്രാട ജന്മനക്ഷത്രം, മഹാസമാധിനാചരണം, അത് കഴിഞ്ഞു വരുന്ന താരാസ്തുതി, ഇതിലെല്ലാം വന്ന് പങ്കെടുക്കുവാൻ ആർത്തിയോടുകൂടി നിങ്ങൾ ഒരുക്കപ്പെടുക. ആ ഉന്നതമാകുന്ന നമ്മുടെ മഹാഗോപുരം അതിന്റെ എല്ലാ പ്രൗഢിയോടും ചൈതന്യത്തോടും കൂടി പൂർത്തീകരിക്കപ്പെടുവാൻ മഹാശക്തിയുടെ തിരുവുള്ളങ്കനീയമാറാകട്ടെ. ആത്മദീപത്തെ ആയുരാരോഗ്യത്തോടുകൂടി മഹാശക്തി കരുതുമാറാകട്ടെ. സർവകർമ്മികളെയും സ്ഥപതികളെയും ആ ശില്പികളെയും രാജഗോപാൽ ഭക്തനെയും ആ കുടുംബത്തെയും എല്ലാം മഹാശക്തി കരുതട്ടെ. വളരെ വിദൂരങ്ങളിൽ നിന്ന് ഈ സന്നിധാനത്തിൽ ഒരാഴ്ചക്കാലമായി വന്ന് താമസിക്കുന്ന ആ എന്റെ എല്ലാ സന്താനങ്ങളെയും ഓർത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ അടുത്തു നിന്ന് വന്നവരെയും മറന്നിട്ടല്ല, എല്ലാവരെയും ഈശ്വരൻ എപ്പോഴും കരുതുമാറാകട്ടെ. മടക്കയാത്രയിൽ കൂട്ടായിരിക്കട്ടെ. സർവശക്തിയുടെ നിറഞ്ഞ കാരുണ്യത്തിൽ കൂടി ഓ ആ വിരാട് സ്വരൂപത്തെ, ഓ ത്രിമൂർത്തികൾ ആരാധിക്കുന്ന മൂർത്തിയുടെ രൂപത്തെ, അവതാരത്തെ ഉത്ഭവിപ്പിച്ച അറിവിന്റെ രൂപത്തെ, ഓ സർവാത്മാക്കൾക്കും ദർശനമാകത്തക്ക വിധം മഹാശക്തിയുടെ ആനന്ദ നടനം ഓരോ ഹൃദയങ്ങളും അനുഭവമാകുവാൻ ഈ മഹാസമർപ്പണം ഉതകുമാറാകട്ടെ. എല്ലാ നേർച്ചകളും ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു. സർവരെയും ദർശിക്കുന്നു. വരാൻ നിർവാഹമില്ലാതെ ഭവനങ്ങളിൽ ഇരിക്കുന്നവരെയും ഓ ഇതര സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നവരെയും വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നവരെയും എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ ആനന്ദം ലഭിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഈ ആനന്ദം ലഭിക്കുമാറാകട്ടെ. സർവരെയും മഹാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനായി മഹാശക്തി വാഴുമാറാകട്ടെ. മതി വരുമോ കണ്ണ നില്ലുടെ കളിയാട്ടം, മതി വരുമോ കണ്ണ നില്ലുടെ കളിയാട്ടം. ഉറ്റവനും ഉടയവനുമായ മഹാശക്തി ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വാസസ്ഥാനങ്ങളിൽ കടന്നു വന്നാണ് നിങ്ങളെ ഓരോരുത്തരെയും തേടിപ്പിടിച്ച് ഇപ്പോൾ ഈ കാണുന്ന വിധത്തിൽ ഒത്തുചേർത്ത് ഇവിടെ നിലനിർത്തിയിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ കേട്ടില്ല, നിങ്ങൾ അറിഞ്ഞില്ല. സൂക്ഷ്മാവസ്ഥയിൽ ശുഭാനന്ദ തപോശക്തി തൻ്റെ ദൂതന്മാരെ വാഹനമാക്കിക്കൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും വാസസ്ഥാനങ്ങളിൽ, അത് ഏത് രാജ്യത്തായാലും ഏത് ദേശത്തായാലും ഏത് ഭവനത്തിലായാലും ഏത് കൊടുങ്കാട്ടിലായാലും അവിടെ എഴുന്നള്ളി വന്ന് കണ്ടുപിടിച്ചതാണ് നിങ്ങളെ ഓരോരുത്തരെയും. ഈ അന്ധകാരത്തിൽ നിന്ന്, ഈ നരകത്തിൽ നിന്ന് ആ മഹാതൃക്കരങ്ങൾ കൊണ്ട്, ആ ജ്ഞാനപ്രകാശ തൃക്കരങ്ങൾ കൊണ്ട് നിങ്ങളെ വലിച്ചു പിടിച്ചു കൊണ്ടുവന്നതാണ്. നിങ്ങൾക്ക് സ്വയബോധത്തോടുകൂടി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ വസ്തുക്കളെ
നിങ്ങൾ ആഗ്രഹിച്ച് നേടിയെടുത്ത ഈ ലോക സൗഭാഗ്യങ്ങളെ വിട്ടുപിരിയുവാൻ നിങ്ങൾക്ക് സ്വമനസാലെ തോന്നുകയില്ല. പക്ഷേ ഈശ്വരൻ്റെ ജ്ഞാനം നിങ്ങളിലേക്ക് വർഷിച്ചപ്പോൾ നിങ്ങളതെല്ലാം മറന്ന് എനിക്കെൻ്റെ ഗുരുവിനെ കാണണം, അത് മതി, ആനന്ദം മതി എനിക്ക്, ആനന്ദം മതിയേ, ആദിനാഥൻ തരുന്ന ആനന്ദം മതിയേ, ആനന്ദം മതി എനിക്ക്, ആനന്ദം മതിയേ, ആദിനാഥൻ തരുന്ന ആനന്ദം മതിയേ, ആനന്ദം മതി എനിക്ക്, ആനന്ദം മതിയേ, ആദിനാഥൻ തരുന്ന ആനന്ദം മതിയേ, ആനന്ദം മതി എനിക്ക്, ആനന്ദം മതിയേ, ആദിനാഥൻ തരുന്ന ആനന്ദം മതിയേ, ലോകസുഖങ്ങൾ എനിക്കിനി വേണ്ട, ആനന്ദം മതി എനിക്ക്, ആനന്ദം മതിയേ, നമ്മുടെ നിത്യജീവിതത്തിന് പല കാര്യങ്ങളും ആവശ്യമുണ്ട്, അതെല്ലാം നിങ്ങൾ കരുതുന്നുണ്ട്. എന്നാൽ നിങ്ങൾ പോയേക്കാവുന്ന ദുർഘടമായ വഴികളിൽ നിന്ന്, ഈ ലോകസുഖഭോഗാദികൾക്ക് വേണ്ടി നിങ്ങൾ ആർത്തലച്ച് പോയി നഷ്ടപ്പെട്ടേക്കാമായിരുന്ന എല്ലാ വഴികളിൽ നിന്നും നിങ്ങളെ തിരിച്ചു പിടിച്ചിട്ടാണ് ഇന്ന് ആത്മബോധോദയ സംഘാംഗങ്ങളായി ഈ ആനന്ദത്തിൽ നിങ്ങളെ നിലനിർത്തിയിരിക്കുന്നത്. ഇത് സൃഷ്ടാവാകുന്ന ദൈവത്തിൻ്റെ കാരുണ്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ആ മഹാത്യാഗ കർമ്മഫലമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. എപ്പോഴും സന്ദർശനം നടത്തുന്ന നിങ്ങളുടെയൊക്കെയും അധിവാസ സ്ഥാനങ്ങൾ എപ്പോഴും പരിശുദ്ധമായി സൂക്ഷിക്കുവാൻ, നിങ്ങളുടെ ഭവനങ്ങളായാലും നിങ്ങളുടെ ശരീരമായാലും നിങ്ങളുടെ ഹൃദയമായാലും നിങ്ങളുടെ ഓരോരോ മേഖലകൾ, നിങ്ങൾ പ്രവർത്തിയെടുക്കുന്ന മേഖലകളായാലും വിദ്യ അഭ്യസിക്കുന്നിടത്തായാലും അത് നിറവേറ്റപ്പെടുന്നിടത്തായാലും ഏത് മേഖലകളിലായാലും നിങ്ങൾ ആ പരിശുദ്ധിയെ സൂക്ഷിച്ചാൽ ഞാനും എൻ്റെ ദൂതന്മാർ നിങ്ങളോടുകൂടി ഉണ്ടാവും. ഞാനും എൻ്റെ ദൂതന്മാർ നിങ്ങളോടുകൂടി ഉണ്ടാവും. ഈ ലോകത്തിലെ ഒരു ദുഷ്ടശക്തിക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. സുഖാനന്ദ തപോശക്തിയെ ജയിച്ച ഒരു ശക്തി ഇഹപരലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ആ ശക്തനീവൻ, മഹാശക്തനീവൻ, ശുഭാനന്ദ തപോശക്തിയാകുന്നീവൻ, ശക്തനിവൻ, മഹാശക്തനിവൻ, ശുഭാനന്ദ തപോശക്തിയാകുന്നിവൻ, ഓമന കുഞ്ഞുങ്ങളെ വീണ്ടെടുപ്പാൻ താണിറങ്ങി വന്നു വാഴുന്നിവൻ, ഓമന കുഞ്ഞുങ്ങളെ വീണ്ടെടുപ്പാൻ താണിറങ്ങി വന്നു വാഴുന്നിവൻ, ഓ സ്നേഹത്തിൻ കടലായി വാഴുന്നിവൻ, കാരുണ്യ കടലായി വാഴുന്നിവൻ, ഓ സ്നേഹത്തിൻ കടലായി വാഴുന്നിവൻ, കാരുണ്യ കടലായി വാഴുന്നിവൻ, തീർത്താലും തീരാത്ത ദുഃഖം തീരാൻ ഈ കാരുണ്യ ദർശനം ഒന്നു മതി. തീർത്താലും തീരാത്ത തീർത്താലും തീരാത്ത ദുഃഖം
ഇന്നുവരെ ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. കാരണം സർവത്തെയും ഉളവാക്കിയ മഹാശക്തിയാണ് ശുഭാനന്ദ തപോശക്തി. ആ ശക്തിയാണ് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ മറന്നുപോകാതെ എപ്പോഴും കൃത്യനിഷ്ഠയോടും സത്യസന്ധതയോടും കൂടി അതിസൂക്ഷ്മമായ ഭക്തിജീവിതം നിങ്ങൾ നയിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങളോടുകൂടി ഞാൻ ഉണ്ടാകും, അത് തീർച്ചയാണ്. ഇത് നിങ്ങൾ കുറച്ച് വിശ്വസിക്കാം, ഇത് എൻ്റെ ഉറപ്പാണ്. നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ നിങ്ങളെ സമൂഹം വിശ്വസിക്കും. നിങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചാൽ ജനങ്ങൾ നിങ്ങളെ ആശ്വസിപ്പിക്കും. അങ്ങനെ പരസ്പരം ആശ്രയിച്ചും പരസ്പരം വിശ്വസിച്ചും പരസ്പരം രക്ഷിച്ചും ജീവിതം ചെയ്യുവാൻ തക്കവിധം കരുണാനിധി കരുണയോടുകൂടി ലോകത്തിൽ വാഴുമ്പോൾ ക്ലേശിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ദുഃഖമൊഴിഞ്ഞ് നിത്യാനന്ദത്തിൽ എന്നും ജീവിതം ചെയ്യുക. ഈശ്വരൻ നിങ്ങളോടുകൂടി വാഴുമാറാകട്ടെ. പ്രകാരം ആനന്ദലോകത്തെ ഈ ലോകത്തിൽ അനുഭവമാക്കുവാൻ ആത്മനാഥൻ സ്ഥാപിച്ച താരാസ്തുതി മഹായജ്ഞമാണിതാ സമർപ്പിക്കാൻ പോകുന്നത്. ആത്മനാഥനും തൻ്റെ നാരീമണികളാകുന്ന ആത്മരത്നങ്ങളും ചേർന്ന് ആനന്ദനൃത്തമാടിയ മഹായജ്ഞം. വർണ്ണിക്കാനാവാത്ത പരമാനന്ദം ആത്മലോകത്തിലേക്ക് പകർന്നൊഴുക്കിയ പരമാനന്ദാവസ്ഥ ആ താരാസ്തുതിയിൽ അനുഭവിച്ചു എൻ്റെ സന്താനങ്ങൾ. നന്ദി നിറഞ്ഞ ഹൃദയങ്ങൾ ഇതാ ഇടതടവില്ലാതെ കണ്ണീർ വാർത്തുകൊണ്ട് വിട്ടുപിരിയാൻ കഴിയാത്ത ആത്മബന്ധത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നു. മഹാശക്തി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമർപ്പണത്തിൽ ഉന്നതനാകുന്ന ദൈവത്തിൻ്റെ പരിപൂർണ രൂപത്തെ നിങ്ങളുടെ അന്തരാത്മാവിൽ കാണുവാൻ തക്കവിധം മഹാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ത്രിമൂർത്തികളും ദേവീദേവന്മാരും ദൂതപരമ്പരകളും ബ്രഹ്മർഷികൾ സപ്തർഷികൾ മഹർഷീശ്വരന്മാർ യക്ഷകിന്നരന്മാർ ഗന്ധർവന്മാർ സർവ്വലോകവാസികളും എഴുന്നള്ളി നിലനിന്നുകൊണ്ട് ആ ദർശനത്തിന് വേണ്ടി കാത്തുനിന്ന് പ്രാർത്ഥിക്കുന്ന ഈ അവസരത്തിൽ ആകാശത്തിൽ നിന്ന് ബഹുവിധമായ സൗരഭ്യങ്ങളുള്ള ബഹുവിധ വർണ്ണങ്ങളുള്ള പുഷ്പങ്ങൾ അവർ വൃഷ്ടി നടത്തും. വിവിധ വാദ്യമേളങ്ങൾ അവർ വാദനം ചെയ്യും. അതുപോലെ ഓം ശ്രീ ശുഭാനന്ദായ നമഃ എന്ന നവാക്ഷരി മന്ത്രം ഒരു ഉച്ചത്തിൽ ഉച്ചരിക്കും. ഇതെല്ലാം നിങ്ങളുടെ കർണങ്ങൾ കൊണ്ട് കേൾക്കുവാൻ തക്കവിധം ഉന്നതനാകുന്ന ദൈവം അവതരിപ്പിച്ചിരിക്കുന്ന അറിവുകളെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഈ സമർപ്പണത്തിൽ പങ്കെടുക്കുക. മഹാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ഇവിടെ മണിനാദം, ശംഖനാദം, കർപ്പൂരദീപം, ഓങ്കാരധ്വനി എന്നിവയോടുകൂടി സമർപ്പണം നടക്കുമ്പോൾ ഹൃദയം കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഗുരുപാദത്തിലേക്ക് പുഷ്പാർച്ചനകൾ ചെയ്യുക. ആ പുഷ്പങ്ങൾ മഹാശക്തി സ്വീകരിച്ച് നിങ്ങളിലേക്ക് ആ വരപ്രസാദം ദാനം ചെയ്യുമാറാകട്ടെ. ആ പരമാനന്ദം ദാനം ചെയ്യുമാറാകട്ടെ. മഹാശക്തിയുടെ തിരുവുള്ളം കനിഞ്ഞ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു, ആദിനാഥനെ സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു, ആദിനാഥനെ സ്തുതിക്കുന്നു. ആത്മലോക രക്ഷ ചെയ്യും ആദിനാഥനെ സ്തുതിക്കുന്നു. ദേവന്മാരാൽ പൂജിതനാം ഗുരുവരനെ സ്തുതിക്കുന്നു.
ആത്മലോക രക്ഷകനായി ഭൂതലത്തിൽ വാഴണേ. ഓ ശ്രീ ശുഭാനന്ദ, ഓ ശ്രീ ശുഭാനന്ദ, ഓ